فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, നമ്മെ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുത്തഖികളിലും മുവഹിദുകളിലും ഉൾപ്പെടുത്തി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായ പ്രതിസന്ധികളൊന്നുമില്ലാത്തവർ അൽഹംദുലില്ലാഹ് ജുമാ ഖുതുബയിൽ അത് സഫിൽ തന്നെ ഇരിക്കുക എന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയാണ്. നമ്മൾ ഭിത്തിയോട് ചാരിയിരിക്കുമ്പോൾ നമ്മുടെ ഖുതുബയുടെ പ്രാധാന്യം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. ആമുഖമായി ഉണർത്തുകയാണ് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആത്മാർത്ഥ സുഹൃത്ത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നറിയുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും 2 ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നാം ഏറെ ഇഷ്ടപ്പെടുന്ന ആ ആതിഥേയനെ സൽക്കരിക്കാൻ നമ്മുടെ വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കുകയും അയാൾക്കും കുടുംബത്തിനും കഴിയാനുള്ള റൂമും സംവിധാനങ്ങൾ ഒരുക്കുകയും അയാൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം നാം സംവിധാനിക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് നാം വിളിച്ചു ചോദിക്കും, എവിടെ എത്തി? ആ ആതിഥേയൻ വന്ന് ആ ആതിഥേയനോടൊപ്പം സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അയാൾ മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആഹ്ലാദവും സന്തോഷവും കിട്ടും. എന്നാൽ നാം ഏറെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ മനസ്സ് വല്ലാതെ കൊതിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളിലൊക്കെയും നാം അള്ളാഹുവിനോട് ചോദിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിൻ്റെ ഉടമസ്ഥനായ ഈ പ്രപഞ്ചത്തിൻ്റെ റബ്ബുൽ ആലമീനായ നാഥൻ നമ്മെ കഴുകി ശുദ്ധിയാക്കാൻ നമ്മളിലേക്ക് വരുന്ന ആതിഥേയൻ, പരിശുദ്ധമായ റമളാൻ, അതിൻ്റെ വരവിനെ മുന്നറിയിച്ചുകൊണ്ട് നമ്മുടെ നാടും നഗരങ്ങളും കവലകളും മാർക്കറ്റുകളും വീടുകളുമൊക്കെ റമളാൻ വരുന്നതിനു മുമ്പ് കച്ചവട സ്ഥാപനങ്ങളും അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ, റമളാനിന് മുൻപേ നമ്മുടെ വീട്ടിൽ വേണ്ട വിഭവങ്ങളും സംവിധാനങ്ങളും അതിൻ്റെ കണക്കെടുപ്പുമൊക്കെ നാം നടത്തുമ്പോൾ റമളാനിന് വേണ്ടി എൻ്റെ ഹൃദയം എന്താണ് ഒരുക്കം നടത്തിയത് സഹോദരങ്ങളെ? പരിശുദ്ധമായ റമളാനിലേക്ക് വേണ്ടി മാനസികമായി നാമും നിങ്ങളും എത്ര ഒരുക്കം നടത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ. നാം നിലകൊള്ളുന്ന ഈ ശഅബാൻ വിട പറഞ്ഞ് റമളാനിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച ശഅബാനിൽ ഒരു നോമ്പെങ്കിലും നോക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു തിങ്കളാഴ്ചയോ ഒരു വ്യാഴാഴ്ചയോ അയ്യാമുൽ ബീളിലോ നമുക്ക് നോമ്പ് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? നാം നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം. കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് നിന്നുള്ളൊരു വിടവാങ്ങലുണ്ട്. അള്ളാഹുവിൻ്റെ പരലോകത്തേക്കും ഖബറിലേക്കുമൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ നിന്നുള്ള ഒരു വിടവാങ്ങലുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ആരുടെയും പരസഹായം കൂടാതെ, ആരും നമ്മെ പിടിച്ചു കയറ്റാതെ ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഓരോന്നും നമ്മൾ കയറി വന്നു. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് നാം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന, നമുക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ട്
നമ്മുടെ ശരീരം, ആത്മാവ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചില തകരാറുകൾ സംഭവിച്ചാലും മനസ്സിനൊരു തകരാറും സംഭവിക്കാതെ, നമ്മുടെ ഈമാനിനൊരു ദൗർബല്യവും സംഭവിക്കാതെ ഈ ലോകത്ത് നിന്ന് ആത്മാവ് വേർപെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമസ്ഥനായ മനുഷ്യ, ഞാൻ നിനക്ക് വലിയ വിഭവങ്ങളൊന്നും തന്നിട്ടില്ല, കൊട്ടാര സമുച്ചയമായ വീടും തന്നിട്ടില്ല, വാടകയ്ക്കാണ് നീ കഴിഞ്ഞു പോയത്, വിഭവസമൃദ്ധമായ രുചികരമായ ഭക്ഷണം നിന്റെ ജീവിതത്തിൽ നീ ആസ്വദിച്ച് കഴിച്ചിട്ടില്ല. പക്ഷേ നിന്റെ ഹൃദയത്തിൽ നിന്ന് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന റബ്ബിന്റെ ഹംദാണ്. അങ്ങനെ ഈ ലോകത്ത് നിന്ന് വേർപെടുമ്പോ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമസ്ഥനായ മനുഷ്യ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ, എന്റെ തൃപ്തിയിലേക്കും എന്റെ തൃപ്തിപ്പെടലിലേക്കും നീ മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ ദാസന്മാരുടെ കൂടെ നീ പ്രവേശിക്കുക. എവിടെയാണ് നീ പ്രവേശിക്കേണ്ടത്? വദ്ഖുലി ജന്നതി, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ശ്രവണപുടങ്ങളിലും അതിന്റെ മാധുര്യം ആസ്വദിച്ചിട്ടില്ലാത്തതും ഒരു ഹൃദയവും സങ്കല്പിച്ചു നോക്കാൻ കഴിയാത്ത അത്ഭുതകരമായ അള്ളാഹുവിന്റെ മഹാസൗഭാഗ്യമായ എന്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്ന ആഗ്രഹത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത് സഹോദരങ്ങളെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ തിരക്കുകൾക്കിടയിൽ അള്ളാഹുവിന്റെ ഈ മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത്, വളരെ നേരത്തെ ഒരുങ്ങി തയ്യാറായത് അള്ളാഹുവിന്റെ സ്വർഗം കൊതിച്ചുകൊണ്ടാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഈ ആയുസ്സും ഈ ആരോഗ്യവും ഒക്കെ വലിയ ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് തിരിച്ചറിയുന്നത് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോഴാണ് സഹോദരങ്ങളെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ താമസിക്കുന്ന ഒരവസരത്തിൽ അവിടുത്തെ ഒരു ജൂത ഗോത്രത്തിൽപ്പെട്ട ബനു ഉദ്റാ ഗോത്രത്തിൽപ്പെട്ട 2 മനുഷ്യർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ആ 2 പേരും വിശ്വാസികളായി. ആ 2 പേരിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ തൗഹീദിൻ്റെ പ്രബോധനത്തിൽ വളരെ ശക്തമായി പ്രവാചകന്റെ കൂടെ സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. അതിലൊരു സഹോദരൻ രക്തസാക്ഷിയായി. 1 വർഷം കഴിഞ്ഞിട്ട് ആ 2 സുഹൃത്തുക്കളിൽ നിന്ന് ഒരാൾ സാധാരണ രോഗം വന്ന് പായയിൽ കിടന്ന അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി. 2 പേരും മരണപ്പെട്ടു. ഇവരുടെ ഈ വിടവാങ്ങലിന് ശേഷം മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. ഇതിനെക്കുറിച്ച് മഹാനായ ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു തൻ്റെ അനുചരന്മാരുടെ കൂടെ ഇരുന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. സ്വർഗ കവാടത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ നിൽക്കുകയായിരുന്നു. ആ സ്വർഗ കവാടത്തിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ രക്തസാക്ഷിയായ മനുഷ്യനല്ല, സാധാരണ രൂപത്തിൽ രോഗം വന്ന് മരണപ്പെട്ടുപോയ ആ മനുഷ്യനെ മലക്കുകൾ വളരെ ആഹ്ലാദപൂർവം സന്തോഷപൂർവം സ്വീകരിച്ചുകൊണ്ട് സ്വർഗ കവാടങ്ങൾ കടന്ന് അദ്ദേഹം സ്വർഗത്തിൻ്റെ ഉള്ളിലേക്ക് മലക്കുകൾ പ്രവേശിപ്പിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും ഒരു മലക്ക് കടന്നു വന്ന് രക്തസാക്ഷിയായ മനുഷ്യനെ രണ്ടാമത് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന സമയത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ത്വൽഹ, നിനക്ക് സമയമായിട്ടില്ല, നിന്നെയും വിളിക്കും. ഈ കണ്ട സ്വപ്നത്തെക്കുറിച്ച് തൻ്റെ അനുചരന്മാരുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ചർച്ച ചെയ്യുമ്പോൾ
പലപ്പോഴും നമ്മൾ കാണുന്ന സ്വപ്നത്തെക്കുറിച്ച് ഈ ഭൗതിക ലോകത്ത് വിലപിടിപ്പുള്ള കാറും ഇവിടുത്തെ വീടുകളും അല്ലെങ്കിൽ നമ്മുടെ വിവാഹവും ഒക്കെയായിരിക്കും നമ്മൾ സ്വപ്നം കാണുന്നത്. റസൂലിൻ്റെ സ്വഹാബത്ത് സ്വപ്നം കാണുന്നത് മരണാനന്തരമുള്ള അള്ളാഹുവിൻ്റെ സ്വർഗത്തെയാണ്. തുൽഹ റളിയല്ലാഹു അൻഹു ഈ സംഭവം തൻ്റെ കൂട്ടുകാരോടൊപ്പം പറഞ്ഞപ്പോൾ കൂട്ടുകാർ വലിയ സംശയത്തോട് പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം രക്തസാക്ഷിയായി ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ ആ രക്തസാക്ഷിക്ക് മുമ്പേ സാധാരണ രൂപത്തിൽ മരണപ്പെട്ടുപോയ ഈ മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ആദ്യ പ്രവേശനം കിട്ടിയത്? അവർ ഈ സംസാരത്തോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പോയി, പ്രവാചകന്റെ മുന്നിലേക്ക് പോയി. തുൽഹ കണ്ട ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മിൻ അയ്യി ദാലിക തഅജബൂൻ, ഇതിലിപ്പോ അത്ഭുതപ്പെടാൻ എന്താണുള്ളത്? തുൽഹ കണ്ട ആ സ്വപ്നത്തിൽ അത്ഭുതം പറയാൻ എന്താണുള്ളത്? എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, ഈ രക്തസാക്ഷിയായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ടല്ലേ ഈ സാധാരണ രൂപത്തിൽ മരണപ്പെട്ടു പോയ മനുഷ്യൻ അള്ളാഹുവിലേക്ക് യാത്രയായത്? സ്വഹാബികൾ പറഞ്ഞു, ഖാലൂ ബലാ യാ റസൂലുള്ളാഹി, അതേ റസൂലേ, 1 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ സമയത്ത് വഅദ്റക റമളാന ഫസ്വാമഹു ഇലാ മൻ വസല്ല കദാ വകദാ, ആ 1 വർഷം കിട്ടിയപ്പോ ആ 1 വർഷത്തിലെ റമളാൻ, അതിൻ്റെ നമസ്കാരങ്ങൾ, അതിൻ്റെ ദാനധർമ്മങ്ങൾ, അതിൻ്റെ സക്കാത്ത്, അതിൻ്റെ രാത്രിയിലെ നമസ്കാരവും ആ സഹോദരന് ലഭിക്കുകയുണ്ടായില്ലേ? ഖാലൂ ബലാ, അത് റസൂലേ, ആ 1 വർഷത്തെ നോമ്പും ആ 1 വർഷത്തെ ആരാധനകളിലും അയാൾക്ക് സാന്നിധ്യമുണ്ടായിരുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ അനുജനന്മാരെ ഓർമ്മപ്പെടുത്തി, ബൈനഹുമാ അബ്അദു മാ ബൈനസ് സമാഇ വൽ അർള്, ഈ രക്തസാക്ഷിയും 1 വർഷവും കൂടി റമളാനിന്റെ ആയുസ് കിട്ടി ഈ മനുഷ്യനും തമ്മിൽ ആകാശഭൂമികളോളം അന്തരമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനത്തെ ഒരു റമളാൻ നമ്മുടെ ആയുസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയാൽ ഇപ്രകാരം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഹൃദയവിശുദ്ധിയിലേക്ക് നാം എത്തപ്പെട്ടുവോ സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, ഈ ലോകത്ത് കുറേ കാലം ജീവിക്കുന്നതിലല്ല അർത്ഥം. അള്ളാഹുവിനെ അറിയാതെ, സൃഷ്ടാവിനെ അറിയാതെ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയാതെ ജീവിക്കുന്നതിലല്ല അർത്ഥം. മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, അള്ളാഹു ദീർഘായുസ് നൽകുകയും കിട്ടിയ ആയുസ്സിൽ നല്ല കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ ആയുസ്സിനെ പ്രയോജനപ്പെടുത്തിയവരാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ രക്തസാക്ഷിയേക്കാൾ വലിയ പ്രതിഫലം 1 റമളാനിൽ ജീവിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, 1 റമളാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയാൽ 1 രക്തസാക്ഷി നിർവഹിക്കുന്ന വലിയ ധീരമായ പ്രവർത്തനത്തെക്കാൾ വളരെ അർത്ഥവത്തായതാണ് നമ്മുടെ ആയുസ്സിൽ നിന്ന് 1 റമളാൻ കിട്ടുക എന്നുള്ളത്. നമുക്കങ്ങനെ ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ റസൂലിന്റെ സ്വഹാബത്ത് പരിശുദ്ധ റമളാനിന് 6 മാസങ്ങൾക്ക് മുമ്പേ അള്ളാഹുവിൻ്റെ റസൂലിന്റെ സ്വഹാബത്ത് കാന യദുഊനല്ലാഹ 6 അശ്ഹുരിൻ അൻ യബ്ലഉഹും റമളാൻ, റമളാനിന് 6 മാസങ്ങൾക്ക് മുമ്പേ റസൂലിന്റെ സ്വഹാബത്ത്, അള്ളാഹുവേ, എനിക്ക് ഈ വരുന്ന 1 റമളാനിൽ കൂടി ജീവിക്കാനുള്ള അവസരം എനിക്ക് തരണേ റബ്ബേ, അതിനുള്ള ആയുസ്സും ആരോഗ്യവും എനിക്ക് നീ തരണേ. റമളാൻ കഴിഞ്ഞാൽ സുമ്മ യദുഊന 6 അശ്ഹുരിൻ അൻ യതഖബ്ബലഹു മിൻഹും, പിന്നീട് 6 മാസം, റമളാൻ കഴിഞ്ഞുള്ള 6 മാസം, റബ്ബേ റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ
വസിയാമന വഖിയാമന വഖുഊദന. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും, റബ്ബേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അപ്രകാരമാണ് അവരുടെ ജീവിതം സ്വപ്നം കണ്ടിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നാം ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. 3-4 ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധ റമളാനിന്റെ ആ പടിവാതിൽക്കൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ആ റമളാനിലേക്ക് നമ്മുടെ മനസ്സൊരുങ്ങിയിട്ടുണ്ടോ സഹോദരങ്ങളെ? എത്രത്തോളം ആ റമളാനിലേക്ക് നാം അടുത്തിട്ടുണ്ട്? ആ റമളാനിനെ കുറിച്ച് നമ്മുടെ ഖുതുബയിൽ പരാമർശിക്കുമ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവുമെല്ലാം ഭൗതികതയിലും സമ്പത്തിന്റെ കാര്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ജോലിയുടെയും നമ്മുടെ ചുറ്റുപാടുകളുടെയും കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിങ്ങനെ വ്യാപൃതമായി കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശീലം പോലെ റമളാനും അതിന്റെ നോമ്പും അതിന്റെ തറാവീഹും ഒക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. അതിനിടയിൽ നാം ചിന്തിക്കേണ്ടത്, നാം യാത്ര ചെയ്ത് നമ്മുടെ 2 വീലറിൽ യാത്ര ചെയ്തു പോകുമ്പോൾ തൊട്ടു മുന്നിലേക്കൊരു വാഹനത്തിലേക്ക് തട്ടി നാം ആ റോഡിലേക്ക് വീണ് നമ്മുടെ അന്ത്യശ്വാസം വഹിച്ചാൽ, നാം മരണപ്പെട്ടു പോയാൽ നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി അഥവാ എൻ്റെ ഖബറിലേക്ക് വെളിച്ചമാകുന്നതിനു വേണ്ടി എന്ത് കർമ്മങ്ങളാണ് നമ്മുടെ കൈവശമുള്ളത് സഹോദരങ്ങളെ? നാം ചിന്തിക്കേണ്ടത്, പരിശുദ്ധ റമളാൻ നമ്മുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ റമളാനിന് 1, 2, 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ SIR ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ എത്ര ജാഗ്രതയിലായിരുന്നു. അതിന്റെ ഫോം പൂരിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ അതിന്റെ ഓരോ കാര്യങ്ങളിലും നാം എത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നു സഹോദരങ്ങളെ. എന്നാൽ നമ്മുടെ ഖബറും നാം ഒറ്റയ്ക്കാകുന്ന പരലോകവും നാം ഒറ്റയ്ക്ക് നേരിടേണ്ട വിചാരണയുടെ ആ സന്ദർഭത്തെ കുറിച്ചും ചിന്തിച്ചിട്ട് ആത്മീയതയും അഥവാ ഈ ഭൗതികമായ ലോകത്തിന് നാം കൊടുക്കുന്ന പരിഗണനയും നമ്മുടെ അനശ്വരമായ പരലോകത്തിനും കൊടുക്കുന്ന സ്ഥാനം എത്രയെന്ന് നാം ഒന്ന് ചിന്തിക്കുക സഹോദരങ്ങളെ. നമ്മുടെ മനസ്സ് സമ്പാദ്യത്തിന്റെ പിന്നിലും നമ്മുടെ ധനം വർദ്ധിപ്പിക്കുന്നതുമായി ആ ചിന്തകളിലാണ് നമ്മുടെ മനസ്സ് പരതി നടക്കുന്നത്. നാം ചിന്തിച്ചു നോക്കുക, ഒരു 25 ലക്ഷം രൂപ സമ്പാദിച്ചു, അള്ളാഹുവിനെ മറന്ന് പരലോകത്തെ മറന്ന് ഹറാമും ഹലാലുകളും തിരിച്ചറിയാതെ 10-50 ലക്ഷം രൂപ സമ്പാദിച്ച ഒരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു രോഗം അവനെ പിടികൂടി. 1 കോടിയോളം വില വരുന്ന രോഗം അവനെ ബാധിച്ചാൽ വീണ്ടും 50 ലക്ഷം രൂപ അവൻ കടക്കാരനാവുകയും തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി മനുഷ്യരുടെ മുന്നിൽ യാചിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ. സമ്പത്തല്ല നമുക്ക് സമാധാനം നൽകുന്നത്, സമ്പത്തല്ല നമുക്ക് സ്വസ്ഥത നൽകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി, ലൈസൽ ഗിന അൻ കസ്റത്തുൽ അർദ്, ധനത്തിന്റെ വർധനവ്, സാമ്പത്തികമായ വർധനവ്, വിഭവങ്ങളുടെ വർധനവ്, നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല നമുക്ക് സമാധാനം നൽകുന്നത്. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, നമ്മുടെ മനസ്സിന്റെ ധന്യതയാണ്. അള്ളാഹു നമുക്ക് നൽകിയതിലുള്ള കൃതജ്ഞതയും സന്തോഷവുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധന്യത നൽകുന്നത്. സമ്പത്തും വിഭവങ്ങളും സമാധാനം നൽകുമായിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, മലയാളിയായിരുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD ആയിരുന്ന ആ മനുഷ്യൻ സ്വന്തം റൈഫിൾ തന്റെ തലയിലേക്ക് കാണിച്ച് അല്ലെങ്കിൽ തന്റെ നെഞ്ചകത്തേക്ക് കാണിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സമ്പത്തിന്റെ ആധിക്യമല്ല നമുക്ക് സമാധാനം നൽകുന്നത്, അള്ളാഹു നമുക്ക് നൽകുന്ന ധന്യതയും അവന്റെ പ്രീതിയും അവന്റെ തൃപ്തിയുമാണ് നമുക്ക് സമാധാനം നൽകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി, ഇഗ്തനിം ഹംസൻ ഖബ്ല ഹംസ്. നമ്മുടെ ജീവിതത്തിൽ, ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ 5 ദുരന്തങ്ങൾ നമ്മെ ബാധിക്കുന്നുണ്ട്. ആ 5 ദുരന്തങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 5 ഐശ്വര്യത്തിന്റെ അവസ്ഥകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഗ്തനിം ഹംസൻ ഖബ്ല ഹംസ്.
5 അവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന 5 നല്ല ധന്യതമാകുന്ന അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി, ശബാബിക ഖബ്ല ഹറമിക, വാർദ്ധക്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പ്, വാർദ്ധക്യത്തിന്റെ ശയ്യാവലംബി നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നിന്റെ യൗവനം നീ ഉപയോഗപ്പെടുത്തണം. സഹോദരങ്ങളെ, യൗവനം വളരെയധികം അനുഗ്രഹമുള്ള ഒരു കാലമാണ്. എന്തിനും ഏതിനും കഴിവുള്ള ഒരു പ്രായമാണ്. പ്രായാധിക്യത്തിൽ നമ്മുടെ അവയവങ്ങൾ ചുക്കിച്ചുളുങ്ങുമ്പോൾ, കിടക്കുന്ന സ്ഥലത്ത് നിന്നും എണിക്കാൻ കഴിയാതെ വരുമ്പോൾ, നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഇന്നത്തെ ദിവസം ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോൾ, നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിനെ കുറിച്ചുള്ള ഓർമ്മ അൽസിമേഴ്സ് പോലുള്ള മറവി രോഗങ്ങൾ വന്ന് വാർദ്ധക്യ സഹജമായ രോഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്നതിനു മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, നീ എന്ത് ചെയ്യണം? ശബാബിക ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യത്തിനു മുമ്പ് നിന്റെ യൗവനത്തെ നീ പ്രയോജനപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത് ഉണർത്തിയത് വസിഹതക ഖബ്ല സഖമിക, രോഗങ്ങൾ നിന്നെ ബാധിക്കുന്നതിനു മുമ്പ്. കഴിഞ്ഞ റമദാന് പോലും നല്ല ആരോഗ്യവാന്മാരായിരുന്ന പല സഹോദരങ്ങളെയും റമദാന് മുമ്പ് നമ്മൾ കാണാൻ പോയിട്ടുണ്ട്. നല്ല ആരോഗ്യവാന്മാരായിരുന്നു. രാത്രിയിലെ ഉറക്കത്തിനിടയിൽ തൻ്റെ ഭാര്യയെ സംസാരിക്കാൻ കഴിയാതെ ഒന്ന് മുട്ടി വിളിച്ചു. തൻ്റെ ഭാര്യ മക്കളെയും കുടുംബത്തെയും വിളിച്ചിട്ട് ഉപ്പയ്ക്ക് എണീക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇന്നും കോമാ സ്റ്റേജിലേക്ക് കടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്, നിന്റെ വസിഹതക ഖബ്ല സഖമിക, രോഗങ്ങൾ നിന്നെ ബാധിക്കുന്നതിന് മുമ്പ്, അസുഖങ്ങൾ നിന്നെ ബാധിക്കുന്നതിന് മുമ്പ്. ബെഡിൽ കിടന്ന് നമസ്കരിക്കുന്ന സഹോദരൻ തൻ്റെ നെറ്റിത്തടം സുജൂദ് ചെയ്യാൻ കഴിയാതെ അയാൾ അനുഭവിക്കുന്ന പ്രയാസവും സങ്കടവും എത്രയെന്ന് ആ സാധു മനുഷ്യന്റെ അവസ്ഥയിലേക്ക്, ആ രോഗങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്, വസിഹതക ഖബ്ല സഖമിക, നിന്റെ രോഗത്തിന്റെ അവസ്ഥയ്ക്ക് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ പ്രയോജനപ്പെടുത്തണം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, വഗിനാക ഖബ്ല ഫഖരിക, ദാരിദ്ര്യത്തിന്റെ, ഇപ്പൊ നിനക്ക് നല്ല സമ്പത്തും ആരോഗ്യവും എല്ലാം ഉണ്ട്, പക്ഷേ വഗിനാക ഖബ്ല ഫഖരിക, ദാരിദ്ര്യം നിന്നെ ബാധിക്കുന്നതിന് മുമ്പ്, വല്ലാത്ത പ്രതിസന്ധി നിന്നെ ബാധിക്കുന്നതിന് മുമ്പ് നിന്റെ സമ്പത്തും നിന്റെ ധന്യതയും നീ ശരിയായ രൂപത്തിൽ പ്രയോജനപ്പെടുത്തണം. കോവിഡിന് മുമ്പ് കോടീശ്വരന്മാരായിരുന്ന എത്രയെത്രയോ വിശ്വാസികളായ സഹോദരന്മാരാണ് കോവിഡ് ദുരന്തം ബാധിച്ചു കഴിഞ്ഞപ്പോ വലിയ വലിയ കമ്പനികൾ നടത്തിയിരുന്ന മനുഷ്യർ കടക്കാരുടെയും ബാങ്ക് ലോണുകാരുടെയും മുന്നിൽ ഉത്തരം പറയാതെ നാട് വിട്ടുപോയവർ, രോഗങ്ങളിലായി പോയവർ, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നു, വഗിനാക ഖബ്ല ഫഖരിക, നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പ് നിന്റെ ധന്യത, നിന്റെ സമ്പത്തുള്ള സമയം നീ പ്രയോജനപ്പെടുത്തണം. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് വഫറാഗക ഖബ്ല ശുഗ്ലിക, ജോലി തിരക്കുകളിലേക്ക്, നമ്മുടെ ജോലി തിരക്കുകൾ, നമ്മുടെ ബിസിനസ്, അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗം, അല്ലെങ്കിൽ നമ്മുടെ കാർഷികമായിട്ടുള്ള കൃഷി, അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ ആ ഒഴിവു സമയത്തെ, ഫ്രീ സമയത്തെ നീ പ്രയോജനപ്പെടുത്തണം. അഞ്ചാമതായി അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് വഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണം നിന്നെ പിടികൂടുന്നതിന് മുമ്പ്. കുറേയധികം കാലം നമ്മൾ ഇവിടെ ജീവിക്കും. നമ്മൾ ഇടക്കിടക്കൊക്കെ വേണ്ടുന്ന മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ നടത്തും. ആരോഗ്യപരമായിട്ട് ഞാൻ പ്രശ്നമല്ല, എനിക്ക് വേറെ രോഗങ്ങളും പ്രതിസന്ധിയും ഒന്നുമില്ല. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു മരണം നിന്നെ
പിടികൂടുന്നതിന് മുമ്പ്, വഹയാതക ഖബ്ല മൗതിക്, മരണം നിന്നെ ബാധിക്കുന്നതിന് മുമ്പ് നിന്റെ ആ ജീവിതത്തെ നീ പ്രയോജനപ്പെടുത്തണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി, രക്തസാക്ഷിയായ ആ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ ഉന്നതമായ പദവിയാണ് ഒരു റമളാനും കൂടി നമുക്ക് കിട്ടുക എന്നുള്ളത്. സഹോദരങ്ങളെ, ആ റമളാൻ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? നമ്മുടെ വിശ്വാസം ശരിയായ രൂപത്തിലാക്കിക്കൊണ്ട്, നമ്മുടെ നാവിനെയും നമ്മുടെ കണ്ണിനെയും നമ്മുടെ ഹൃദയത്തെയും ഒക്കെ ശരിയായ രൂപത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ നാവുകൊണ്ട് എൻ്റെ ചിന്താഗതികളും എൻ്റെ പ്രവർത്തനം കൊണ്ട് മറ്റൊരാളുടെയും ജീവിതത്തിൽ അപരനൊരു പ്രയാസവും ഉണ്ടാകരുത്. പരദൂഷണവും ഏഷണിയുമില്ലാതെ നാവിനെ സൂക്ഷിച്ച് ഹൃദയത്തിൻ്റെ അഹങ്കാരത്തിൽ നിന്നും അഹന്തയിൽ നിന്നും ഞാൻ ആരോ ആണ് എന്ന ധാരണയിൽ നിന്ന് മാറി വിനീതമായ ഭാവതലങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിലും റുകൂഇലുമായിക്കൊണ്ട്, അള്ളാഹുവേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എൻ്റെ പാപങ്ങളെ എനിക്ക് കഴുകി ശുദ്ധിയാക്കാൻ ഇനിയും എൻ്റെ ജീവിതത്തിൽ അവസരം കിട്ടുമോ എന്നറിയില്ല. ഈ റമളാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ചാൻസ് ആണെങ്കിൽ അള്ളാഹുവേ, അതിനെ പ്രയോജനപ്പെടുത്തുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും, അള്ളാഹുവേ, നീ ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണമേ എന്ന് നാം നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. സഹോദരങ്ങളെ, ശരിയായ രൂപത്തിൽ പരിശുദ്ധമായ റമളാനിലെ നോമ്പും അതിൻ്റെ ഇബാദത്തുകളും അതിൻ്റെ ആരാധനകളും ശരിയായ വിശ്വാസത്തോടെയും പ്രവാചക മാതൃകയോടെയും പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ വരുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞുപോയ 2 ഖുതുബകളിൽ ഒന്നാമത്തേത് നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തണം എന്നതിനെക്കുറിച്ചും, രണ്ടാമത്തത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കണം എന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം കടുത്തുപോയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ കാഠിന്യത ബാധിച്ചിട്ടുണ്ടോ? അപരനിലേക്ക് കൈവച്ചിട്ടല്ല, നാം നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അലം നശ്റഹ് ലക സദ്റക്. നബിയെ, താങ്കളുടെ ഹൃദയത്തെ ഞാൻ താങ്കൾക്ക് വിശാലമാക്കി തന്നില്ലേ? നബിയുടെ ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കി കൊടുത്തിരിക്കുകയാണ്. മഹാനായ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, പ്രവാചകത്വം നൽകിയ ഉടനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബിശ്റഹ് ലീ സ്വദ്രി, അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണം. പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഒരു കിബിത്തിയെ ഒരൊറ്റ ഇടിയിൽ അയാൾ താഴെ വീണുപോയി, അയാൾ മരണപ്പെട്ടു പോയി. അങ്ങനെയുള്ള എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണേ റബ്ബേ. റബ്ബിശ്റഹ് ലീ സ്വദ്രി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധ റമളാൻ വരുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളിയോട്, പ്രായമായ നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ കുടുംബത്തോട്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി, നമ്മൾ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നമസ്കരിക്കുമ്പോഴും, തറാവീഹ് നമസ്കരിക്കുമ്പോഴും, ജുമഅ നമസ്കരിക്കുമ്പോഴുമൊക്കെ ശരീരം ചേർന്ന് വിടവുകളില്ലാതെ നാം ചേർന്ന് നമസ്കരിക്കുമ്പോഴും നമ്മൾ മാനസികമായി ഐക്യമുള്ളവരാണോ സഹോദരങ്ങളെ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ മാനസികമായി ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ശരീരം അടുത്തു നിൽക്കുമ്പോഴും
നമ്മുടെ മനസ്സുകൾ അടുക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ